സോ ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ചുറ്റുപാടും ഒക്കെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ എല്ലാവരും വളരെയധികം കഷ്ടപ്പാടും അതുപോലെ അധ്വാനത്തിലൊക്കെ മുഴുകിയിരിക്കുകയാണ്. എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം, എല്ലാവർക്കും അവരുടെ ലൈഫിനെ ഇച്ചിരൂടെ നല്ല രീതിയിൽ അപ്ഗ്രേഡ് ചെയ്യണം, നല്ലൊരു ലൈഫ് സ്റ്റൈൽ ഉണ്ടാക്കണം എന്നൊക്കെയുള്ള മോട്ടീവ് വെച്ച് വളരെയധികം അധ്വാനിക്കുന്ന കുറേ പേരെ നമ്മുടെ സമൂഹത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഇവരുടെയൊക്കെ വർക്കിംഗ് അവേഴ്സ് നമ്മൾ ചോദിച്ച് നമ്മൾ തന്നെ ഞെട്ടിപ്പോവും. 13, 14, 16, 18 മണിക്കൂറുകളും ഡെയിലി ബേസിസിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നവരെ നമുക്ക് നമ്മുടെ ചുറ്റുപാടും ധാരാളം കാണുവാനായിട്ട് കഴിയും. അപ്പോൾ അവരുടെയൊക്കെ ലൈഫ് സ്റ്റൈലിനെ പറ്റി നമ്മൾ ചോദിച്ചു കഴിയുമ്പം വല്ലപ്പോഴും എന്തെങ്കിലുമൊക്കെ കഴിച്ചാലായി എന്നാണ് മിക്കവരും പറയാറില്ല. സോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവരുടെ എല്ലാം ഒരു എയിം എന്ന് പറയുന്നത് നല്ലൊരു ലൈഫ് സ്റ്റൈൽ ബിൽഡ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അപ്പോഴെല്ലാം ഇവരുടെ ഹെൽത്തിനെ മറന്നുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഓരോ ദിവസവും ഇങ്ങനെ ബോഡിയെ സ്ട്രെസ്ഡ് ആക്കുന്നത്. ശരിയാണ്, നമുക്ക് നല്ലൊരു ലൈഫ് സ്റ്റൈലും നല്ലൊരു ജീവിത സാഹചര്യങ്ങളും എല്ലാം നമുക്ക് എല്ലാവർക്കും ആവശ്യമാണ്. എല്ലാവർക്കും അതിനു വേണ്ടിയുള്ള വലിയ ആഗ്രഹമുണ്ട്. പക്ഷേ ഇങ്ങനെ കടന്ന് അധ്വാനിച്ച് ഇങ്ങനെ കടന്ന് നമ്മുടെ ബോഡിയെ കഷ്ടപ്പെടുത്തി നമ്മളത് അവസാനം നേടുമ്പോഴത്തേനും നമ്മളങ്ങ് ഇല്ലാതെ പോയാലോ, അത് വല്ലാത്തൊരു ട്വിസ്റ്റ് അല്ലേ. സോ മോസ്റ്റ് ഓഫ് ദ ടൈം ഇത് തന്നെയാണ് നടക്കാറുള്ളത്. നമുക്കറിയാം, സാധാരണ പണ്ടുള്ളവരൊക്കെ പറയായിരുന്നു ഒരു ഏറിയാൽ 70, 80 എന്നൊക്കെ മനുഷ്യന്റെ ആയുസ്സിനെ പറയായിരുന്നു. ബട്ട് ഇപ്പോൾ നമുക്ക് മരണങ്ങളൊക്കെ 40-ലും 50-ലും ഒക്കെ എന്ന് വെച്ചാൽ ഈ ആദ്യം പറഞ്ഞ വയസ്സിന്റെ നേർ പകുതിയിൽ ധാരാളം മരണങ്ങൾ നമുക്കിപ്പം കാണാൻ കഴിയും. മിക്കവാറും ഉണ്ടാകുന്ന എല്ലാം കാർഡിയോവാസ്കുലർ ഡിസീസ്, ഹാർട്ട് അറ്റാക്ക്, സ്ട്രോക്ക്, ഇതൊക്കെ മൂലം ഉണ്ടാകുന്ന അസുഖങ്ങളായിരിക്കും കൂടുതലും കാണുന്നത്. സോ ഇതെല്ലാം ഇങ്ങനെ ഉണ്ടാകാൻ കാരണം മീൻസ് ഇത്ര ചെറുപ്പത്തിലെ കുറേ പേര് മരിച്ചു പോകാനായിട്ടുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് നമ്മൾ ശരീരം നോക്കാതെ ജോലി എടുക്കുന്നത് മൂലമാണ്. ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ബോഡി എന്ന് പറയുന്നത് ബിൽഡ് ചെയ്തിരിക്കുന്നത് ഒരു 24/7 വർക്ക് ചെയ്യാൻ വേണ്ടി ഒരു വർക്കിംഗ് മെഷീനായിട്ടല്ല നമ്മുടെ ബോഡി നിർമ്മിച്ചിരിക്കുന്നത്. നമ്മൾ പൂർവ്വകാലങ്ങളിലോട്ടൊക്കെ പോയി നോക്കുകയാണെങ്കിൽ അന്നത്തെ മനുഷ്യന്റെ ഏക ആവശ്യം ഫുഡ് കഴിക്കുക, റെസ്റ്റ് എടുക്കുക, ഇതായിരുന്നു നമ്മുടെ ബോഡിയുടെ മെക്കാനിസം. നമുക്കറിയാം, അന്നത്തെ കാലത്ത് വേട്ടയാടുക, ആഹാരം കഴിക്കുക, പിന്നെ റെസ്റ്റ് എടുക്കുക, ഇതായിരുന്നു മനുഷ്യന്റെ ഒരു ദിനചര്യ എന്ന് പറയുന്നത്. ബട്ട് ഇപ്പം വന്ന് നമുക്കറിയാം, കാലങ്ങളും സമയങ്ങളും എല്ലാം മാറി. നമ്മൾ അതിൽ ഇപ്പം നമുക്ക് ഫുഡിൻ്റെ കാര്യം മാത്രം നമ്മൾ നോക്കിയാൽ പോരാ. നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് കുറേ കാര്യങ്ങൾ കൂടി ചേർന്നതായതുകൊണ്ട് നമുക്ക് കുറേ കാര്യങ്ങളെ മീറ്റ് ചെയ്യേണ്ടതായിട്ട് ആവശ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വർക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് ചിലപ്പോൾ ഈ പറയുന്ന പോലെ 8, 10, 12 മണിക്കൂർ ഒക്കെയും വർക്ക് ചെയ്യേണ്ടത്, ഡെയിലി ബേസിസിൽ വർക്ക് ചെയ്യേണ്ട ആവശ്യങ്ങൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഉണ്ടായിരിക്കാം. ബട്ട് ഇവിടെ എല്ലാം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ലൈഫിനെ ഒരു ബാലൻസിൽ കൊണ്ടുപോകാൻ എപ്പോഴും ശ്രമിക്കണം. അല്ലാതെ നമ്മുടെ ഒരു ഡേയെ മുഴുവനും നമ്മുടെ വർക്ക് കൊണ്ട് നിറയ്ക്കാതെ വണ്ണം നമുക്ക് റിലാക്സ് ചെയ്യുവാനും നമ്മളുടെ എനർജി വീണ്ടെടുക്കുവാനും നല്ല രീതിയിൽ ഫുഡ് 3 നേരം അല്ലെങ്കിൽ നിങ്ങൾ 2 നേരമാണ് കഴിക്കുന്നതെങ്കിൽ നല്ല ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് കഴിക്കുവാനും നമ്മുടെ ബോഡിയെ ടേക്ക് കെയർ ചെയ്യാൻ എലോങ് വിത്ത് യുവർ വർക്ക് നിങ്ങൾ അത് ഓർക്കേണ്ടത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനെ കടന്ന് പരാക്രമം ചെയ്ത് നമ്മൾ ഓരോന്നൊക്കെ നേടിക്കൊണ്ട് വരുമ്പോൾ അവസാനം നമ്മൾ ഇല്ലാതായിപ്പോയാൽ പിന്നെ അതെല്ലാം വേസ്റ്റ് ആയിപ്പോയല്ലേ. എത്ര നാളത്തെ അധ്വാനമാണ് അത്. അവസാനം നമ്മൾ അനുഭവിക്കാൻ പറ്റിയില്ലെങ്കിൽ അതിലും വലിയ കഷ്ടമൊന്നുമില്ലല്ലോ അല്ലേ. നല്ല നല്ല ഫ്യൂച്ചറുകൾ നമ്മൾ പണിത് മുമ്പോട്ട് എടുക്കുമ്പോൾ അതിൽ നമ്മൾ ഹെൽത്തിയും ഹാപ്പിയുമായിട്ട് ഇരിക്കേണ്ടത് വളരെയധികം നെസസറി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സോ ലൈഫിനെ എപ്പോഴും ബാലൻസിൽ തന്നെ കീപ്പ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മൾ പൊതുവേ കേൾക്കാറുണ്ട്, നമ്മളെല്ലാവരും അത്ഭുതപ്പെടുന്ന കാര്യമാണ്, ഈ ചെറുപ്രായത്തിൽ തന്നെ ഹാർട്ട് അറ്റാക്കും സ്ട്രോക്കും ഇതൊക്കെയും വളരെയധികം കോമൺ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണിത്. സോ ഇതിലേക്ക് നയിക്കുന്ന ധാരാളം റീസൺസ് ഉണ്ട് എങ്കിലും, ധാരാളം വഴികളുണ്ട് അല്ലെങ്കിൽ ധാരാളം കോസസ് ഉണ്ടെങ്കിലും, നമ്മൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ എല്ലാം വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് കോസിനെ പറ്റിയാണ്. അത് വേറെ ഒന്നുമല്ല, സ്ട്രെസ്. ഈ സ്ട്രെസ് എന്നുള്ള വാക്ക് ഇപ്പം യൂഷ്വലി കോമൺലി എല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു വേർഡായിട്ട് മാറിയിരിക്കുകയാണ്. ബട്ട് ഇത് വളരെ നിസ്സാരമായിട്ട് നമ്മൾ കരുതുമെങ്കിലും വളരെ നാളുകൾ ഒരു സ്ട്രെസ്ഡ് ആയിട്ടുള്ളൊരു ലൈഫ് നമ്മൾ നയിക്കുകയാണെങ്കിൽ ഇതിന് ഈ പറഞ്ഞ അസുഖങ്ങളിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കാനായിട്ട് കഴിയും. സോ ഇന്ന് നമ്മുടെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് സ്ട്രെസ്, ഇതെങ്ങനെ ഉണ്ടായി വരുന്നു, അതുപോലെ തന്നെ നമ്മൾ സ്ട്രെസ്ഡ് ആയി കഴിയുമ്പോൾ നമ്മുടെ ബോഡിയിൽ എന്തെല്ലാം ചേഞ്ചസ് ആണ് നടക്കുന്നത്, ആ ചേഞ്ചസ് മൂലം നമുക്ക് എന്തൊക്കെ അസുഖങ്ങൾ വരാം, നമുക്കിതിനെയൊക്കെ എങ്ങനെ പരിഹരിക്കാം. സോ ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ മെഡിക്കലി സ്പീക്കിംഗ്, സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ഇതിൽ കുറേ റിയാക്ഷൻസ് ഹാപ്പൻ ചെയ്യുന്നുണ്ട്. ഇറ്റ് ഇൻക്ലൂഡ്സ് കുറേ ഹോർമോൺസും അതുപോലെ തന്നെ ധാരാളം ഫിസിയോളജിക്കൽ റിയാക്ഷൻസ്, നമ്മുടെ ബോഡിയിലുള്ളിൽ നടക്കുന്ന കുറേ റിയാക്ഷൻസിനെ ഒക്കെ കൂടെയാണ് നമ്മൾ സ്ട്രെസ് എന്ന് നമ്മൾ വിളിക്കുക. നമ്മൾക്ക് വി ഫീൽ ഇറ്റ് ബിക്കോസ് ഓഫ് ദീസ് ചേഞ്ചസ് വിച്ച് ആർ ഹാപ്പനിങ് ഇൻസൈഡ് അവർ ബോഡി. സോ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ പൊതുവേ നമുക്കൊരു ഫീലിംഗ് ആയിട്ടാണ് നമുക്ക് തോന്നാറുള്ളത് ഇല്ലേ. ഒന്ന് ഇച്ചിരി ഡൗൺ ആയിട്ടിരിക്കുമ്പോൾ വി ഫീൽ വി ആർ സ്ട്രെസ്ഡ്. സോ ഒരു ഫീലിങ്സ് എന്ന് നമുക്ക് അതിനെ പറയാൻ പറ്റത്തില്ല. ബട്ട് ബിയോണ്ട് ദാറ്റ്, സ്ട്രെസ് ഈസ് നത്തിങ് ബട്ട് it consists of a lot of cascade of reactions which includes a lot of hormones
ആൻഡ് എ ലോട്ട് ഓഫ് ഫിസിയോളജിക്കൽ റിയാക്ഷൻസ് വിച്ച് ആർ ഹാപ്പനിങ് ഇൻസൈഡ് അസ്. നമ്മുടെ ഉള്ളിൽ നടക്കുന്ന കുറേ റിയാക്ഷൻസ് മൂലം നമ്മൾക്ക് ഫീൽ ചെയ്യുന്ന ഒരു കാര്യമാണ് സ്ട്രെസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ സ്ട്രെസ് നമ്മൾ ഫീൽ ചെയ്യുകയാണെങ്കിൽ ദർ ഷുഡ് ബി സം ഇൻപുട്ട്. ഇൻപുട്ട് എന്താണെന്ന് വെച്ചാൽ, ഫോർ എക്സാമ്പിൾ നമ്മൾ ചുമ്മാ അങ്ങ് സ്ട്രെസ്ഡ് ആകത്തില്ലല്ലോ. നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം കേട്ടിട്ടോ അല്ലെങ്കിൽ കണ്ടിട്ടോ അല്ലെങ്കിൽ അനുഭവിച്ചോ ആയിരിക്കും നമ്മൾ എന്താണ് സ്ട്രെസ്ഡ് ആയിട്ട് മാറുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരാളെന്നെ ചീത്ത വിളിച്ചു, ആ ചീത്ത വിളിക്കുന്നതാണ് അവിടെ എൻ്റെ ഒരു സ്ട്രെസ്സർ എന്ന് പറയുന്നത്, എന്നെ സ്ട്രെസ്സിലേക്ക് നയിക്കുന്ന ആ ഒരു ഘടകം എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു സ്ട്രെസ്സർ ഒരു വ്യക്തിയിൽ ആക്ട് ചെയ്യുമ്പോൾ അദ്ദേഹത്തിൽ നടക്കുന്ന ദിസ് ഓവറോൾ ചേഞ്ചിനെയാണ് നമ്മൾ എന്ന് വിളിക്കുന്നത് സ്ട്രെസ് എന്ന് വിളിക്കുന്നത്. സോ ഈ സ്ട്രെസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് എ ഫീലിംഗ്, ഒരു ഫീലിംഗ് മാത്രമല്ല. ഫോർ എക്സാമ്പിൾ എനിക്കിപ്പം വർക്ക് ലോഡ് ഭയങ്കര കൂടുതലാണ്, സോ ഞാൻ വളരെ ഡിസ്കറേജ്ഡ് ആയിട്ടിരിക്കുന്നു. അപ്പം ആ ഡിസ്കറേജ്ഡ് ആയിട്ടുള്ള ഫീലിങ്സ് മാത്രമല്ല, നമ്മൾ ആ ഫീലിങ്സിൽ ഇരിക്കുമ്പോൾ തന്നെ നമ്മുടെ ബോഡിയുടെ ഉള്ളിലും കുറേ ചേഞ്ചസും റിയാക്ഷൻസും നടക്കുന്നുണ്ട്. സോ ഈ റിയാക്ഷൻസ് വളരെ കുറച്ച് നേരത്തേനോ അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്കോ ഉള്ളെങ്കിലൊന്നും വലിയ കുഴപ്പമില്ല. ബട്ട് ഡെയിലി നമ്മൾ ഈ വഴിയിലൂടെ തന്നെ സഞ്ചരിക്കുന്നവരാണെങ്കിൽ ഇറ്റ് ക്യാൻ കോസ് ഹാം ടു അവർ ബോഡി. അപ്പം ഇതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഡെയിലി ബേസിസിൽ ഒരു 18, 17, 16 ഹവേഴ്സിലൊക്കെ വർക്ക് ചെയ്യുന്നവർ, അല്ലെങ്കിൽ ഒരു 13 ഹവേഴ്സിൽ വർക്ക് ചെയ്യുന്ന, അല്ലെങ്കിൽ 12 ഹവേഴ്സിലായിക്കോട്ടെ, അല്ലെങ്കിൽ ഈവൻ 10 ഹവേഴ്സിൽ വർക്ക് ചെയ്തോ എന്നിട്ട് ഒരു അൺഹെൽത്തി ലൈഫ് സ്റ്റൈലാണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ, ഡെയിലി ഇത് നിങ്ങൾ റുട്ടീനായിട്ട് ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ, ഈ ഡെയിലിയാണ് പിന്നെ മാസങ്ങളും വർഷങ്ങളും ഒക്കെ ആയിട്ട് മാറുന്നത് അല്ലേ. ഇങ്ങനെ പതുക്കെ ഇത് നമുക്ക് കുറേ അസുഖങ്ങളെ ബോണസ് ആയിട്ട് തന്നുകൊണ്ടിരിക്കും. സോ സ്ട്രെസ് എന്തോ നമ്മൾ മനസ്സിലാക്കി. ഇനി അടുത്തത്, എങ്ങനെ ഇത് നമ്മുടെ ലൈഫിനെ അഫക്റ്റ് ചെയ്യുന്നു. സോ ഞാൻ പറഞ്ഞു, സ്ട്രെസ് എന്ന് പറയുമ്പോൾ നമ്മളുടെ ജസ്റ്റ് ഒരു ഫീലിംഗ് മാത്രമല്ല, നമ്മുടെ ഉള്ളിൽ കുറേ റിയാക്ഷൻസ് നടപ്പുണ്ടെന്ന്, അല്ലെങ്കിൽ ചേഞ്ചസ് നടക്കുന്നുണ്ടെന്ന്. സോ അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചേഞ്ചാണ് സ്ട്രെസ് ഹോർമോൺസിനെ നമ്മുടെ ബ്രെയിൻ റിലീസ് ചെയ്യുക എന്നുള്ളത്. സ്ട്രെസ് ഹോർമോൺസ് എന്ന് പറയുമ്പോൾ ഇതിനകത്ത് അഡ്രിനാലിനും കോർട്ടിസോൾ, ഇങ്ങനെ 2 ഹോർമോൺസ് നമ്മുടെ ബോഡിയിൽ റിലീസാകും. സോ എന്താണ് ഹോർമോൺസ് എന്ന് വെച്ചാൽ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാനും എൻ്റെ അടുത്തൊരാളും ഇരിപ്പുണ്ടെങ്കിൽ, എനിക്ക് സംസാരിക്കണമെങ്കിൽ, ഫോർ എക്സാമ്പിൾ എനിക്കൊരു കുപ്പി വെള്ളം വേണം, എൻ്റെ കൂട്ടുകാരോട് എനിക്ക് പറയടാ എനിക്ക് ഇച്ചിരി വെള്ളം എടുത്താൽ മതി എന്ന് പറയുമ്പോൾ, ആ സൗണ്ട് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എൻ്റെ സംസാരം എന്ന് പറയുന്നത് ഞങ്ങളുടെ ഇടയ്ക്ക് ഒരു കമ്മ്യൂണിക്കേഷൻ മീഡിയ ആയിട്ട് വർക്ക് ചെയ്തു. അതുപോലെ നമ്മുടെ സെൽസിന്, നമ്മുടെ ബോഡിയിലുള്ള എല്ലാ, ഫോർ എക്സാമ്പിൾ നമ്മുടെ ബ്രെയിനാണ് എല്ലാത്തിനും നമ്മൾ കൺട്രോൾ ചെയ്യുമെന്ന് പറയുന്നത്. ബ്രെയിൻ എന്തായാലും ഇറങ്ങിപ്പോയി അത് ചെയ്യടാ ഇത് ചെയ്യടാ എന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. അതിങ്ങനെ ഹോർമോൺസിനെ റിലീസ് ചെയ്തുകൊണ്ടാണ് ഓരോ സെൽസിനോടും ഓരോ ഓർഗൻസിനോടും സംസാരിക്കുന്നത്. സംസാരം ഇൻ ദ സെൻസ് മീൻസ് അതിൻ്റെ ഫങ്ഷൻസിനെ റെഗുലേറ്റ് ചെയ്യുന്നത്. സോ അതുപോലെ നമ്മൾ സ്ട്രെസ്ഡ് ആയിരിക്കുമ്പോൾ ബ്രെയിൻ എന്താണ് മനസ്സിലാക്കുന്നതെന്ന് വെച്ചാൽ, നമ്മൾ എന്തോ അപകടത്തിൽപ്പെട്ടിരിക്കണം. കാരണം ബ്രെയിനിന് കാണുന്നില്ലല്ലോ നമ്മൾ ഉണ്ടാക്കി വെക്കുന്ന പണികളൊന്നും. ബ്രെയിൻ ഓർത്തിരിക്കുന്ന എന്താണ്, ഇറ്റ് ഫീൽസ് ലൈക്ക് വി ആർ ഇൻ സം ഡേഞ്ചർ, നമ്മൾ എന്തോ ഡേഞ്ചറിലിരിക്കുകയാണ്. സോ അതിൽ നമ്മളെ രക്ഷിക്കാൻ വേണ്ടിയുള്ള എല്ലാ പരിപാടികളും അത് തുടങ്ങും. അങ്ങനെ റിലീസ് ചെയ്യുന്നൊരു ഹോർമോണാണ് കോർട്ടിസോൾ എന്ന് പറയുന്നത്. സോ ദിസ് കോർട്ടിസോൾ ഇറ്റ് സെൽഫ് ക്യാൻ കോസ് എ ലോട്ട് ഓഫ് ഹാം ടു അവർ ബോഡി. ബട്ട് ഞാൻ പറഞ്ഞു, നമ്മളെ രക്ഷിക്കാൻ വേണ്ടിയുള്ളതാണ്. ഒരു ഡേഞ്ചറിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയാണ്. പക്ഷേ നമ്മൾ എന്നും ഈ ഒരു ഡേഞ്ചർ ഉണ്ടാക്കി ബ്രെയിനിന് കൊടുത്താൽ അത് ബ്രെയിനിന് വരെ രക്ഷയില്ലാതെ എപ്പോഴും ഇത് ഉണ്ടായിക്കൊണ്ടേയിരിക്കും, ഈ കോർട്ടിസോൾ എന്ന് പറയുന്ന ഹോർമോണ്. സോ ഡെയിലി ബേസിസിൽ ഇത് നമ്മുടെ ബോഡിയിൽ ഇങ്ങനെ ബിൽഡപ്പ് ചെയ്യുകയാണെങ്കിൽ, ഹൈ ലെവൽസ് ആകുകയാണെങ്കിൽ, ഇറ്റ് ക്യാൻ കോസ് എ ലോട്ട് ഓഫ് ഹാം. സോ ദിസ് ഹൈ ലെവൽസ് ഓഫ് കോർട്ടിസോൾ, ഈ ഒരു ഹൈ ലെവൽ ഓഫ് കോർട്ടിസോൾ തന്നെ നമ്മുടെ ബോഡിയിൽ വളരെയധികം നെഗറ്റീവായിട്ടുള്ള എഫക്ട്സിനെ ഉണ്ടാക്കി വെക്കും. സോ നേരത്തെ ഞാൻ പറഞ്ഞു, നമ്മളുടെ ഒരു സേവിങ് മെക്കാനിസമായിട്ടാണ് ഈ കോർട്ടിസോൾ അല്ലെങ്കിൽ അഡ്രിനാലിൻ പോലെയുള്ള ഹോർമോണെ റിലീസ് ചെയ്യുന്നതെന്ന്. സോ സാധാരണ ഇത് പണ്ടുള്ളവർ വല്ല മൃഗങ്ങളുടെ വേട്ടയാടുന്ന സമയത്തൊക്കെ മൃഗങ്ങളുടെ അടുത്ത് പോയി പെടുകയാണെങ്കിൽ എഴുന്നേറ്റ് ഓർഡർ എന്നുള്ള മെസ്സേജാണ് ഈ ഹോർമോൺസിനെയൊക്കെ റിലീസ് ചെയ്തുകൊണ്ട് ബ്രെയിൻ കൺവേ ചെയ്യുന്നത്. എന്താണെന്ന് വെച്ചാൽ ആ സമയത്ത് ഈ ഹോർമോൺസൊക്കെ എന്തോ പ്രധാനമായിട്ട് ചെയ്തതെന്ന് വെച്ചാൽ ബ്ലഡ് പ്രഷർ കൂട്ടും. എന്ന് വെച്ചാൽ ബ്ലഡ് വെസൽസിൻ്റെ വാൾസിനെ നാരോ ആക്കും, അതെല്ലാം ചെറുതാകും, അതിലൂടെ ബ്ലഡിൻ്റെ മണ്ടയ്ക്കുള്ള പ്രഷർ കൂടും. അപ്പം ബ്ലഡ് നല്ല സ്പീഡിൽ ബ്ലഡ് വെസലിലൂടെ ഓടും. അങ്ങനെ എല്ലാ പ്രോസസ്സും ഫാസ്റ്റൻ ചെയ്യുകയാണ് ഇൻ ഓർഡർ ടു എസ്കേപ്പ് ഫ്രം ദാറ്റ് പർട്ടിക്കുലർ സിറ്റുവേഷൻ. സോ ഈ ന്യൂ കണ്ടീഷൻ എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ ബ്ലഡ് വെസൽസ് കോൺസ്ട്രിക്റ്റ് ചെയ്ത് ബ്ലഡ് സ്പീഡിൽ ഒഴുകുന്ന ഈ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് നമ്മുടെ നോർമൽ സ്റ്റേറ്റ് അല്ല, ഇറ്റ്സ് എൻഹാൻസ്ഡ് സ്റ്റേറ്റ് ആണ്. കാരണം ഒരു എമർജൻസി സിറ്റുവേഷന് വേണ്ടിയാണ്. ഈ എമർജൻസി സിറ്റുവേഷൻ എപ്പോഴും എടുത്തിട്ട് ഉപയോഗിച്ചാൽ പണി കിട്ടും നമുക്ക്. സോ നമ്മൾ ഡെയിലി നമ്മൾ ഈ സ്ട്രെസ് നമ്മുടെ ബോഡിക്ക് കൊടുത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ, ബ്രെയിൻ സെൻസസ് ഈച്ച് ആൻഡ് എവറി ടൈം there is some danger, so I have to act in this way. So it will release cortisol or other stress hormones. അത് ഈ ഓരോ സമയം ഈ എമർജൻസി കണ്ടീഷനിൽ എങ്ങനെയാണോ നമ്മുടെ ബോഡി റിയാക്ട് ചെയ്യേണ്ടത് ആ കണ്ടീഷനിലോട്ട് നോർമലിൽ നിന്ന് ഷിഫ്റ്റ് ചെയ്യും. സോ എന്താണ് ഈ നോർമലിൽ നിന്ന് ഷിഫ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത്? പ്രധാനമായിട്ടും നമ്മളുടെ ബ്ലഡ് വെസൽസിനെ ചുരുങ്ങും, അതുപോലെ തന്നെ ബ്ലഡ് നല്ല സ്പീഡിൽ ഒഴുകും. ഇങ്ങനെ സ്പീഡിൽ ഒഴുകുന്ന ബ്ലഡ് വെസൽസിൻ്റെ വാൾസിന്
ഡാമേജ് ഉണ്ടാക്കാൻ കഴിയും. കാരണം ഹൈ പ്രഷറിലാണ് ഇത് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഡാമേജ് ഉണ്ടാക്കാൻ കഴിയും. ഇങ്ങനെ ഡാമേജ് ഉണ്ടായാൽ അവിടെ ഇൻഫ്ലമേഷൻ റിയാക്ഷൻസ് സ്റ്റാർട്ട് ചെയ്യും. അതുപോലെ തന്നെ എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ അവിടെ കൊളസ്ട്രോൾ ബാക്കി കുറേ സബ്സ്റ്റൻസസും അടിഞ്ഞ് ഒരു പ്ലേഗ് ഫോർമേഷൻ നടക്കും. ഈ പ്ലേഗ് എന്ന് പറഞ്ഞാൽ ഈ ബ്ലഡ് വെസലിനെ അടയ്ക്കുന്ന ഒരു സാധനം. പ്ലാഗ് അതുപോലെ തന്നെ ഗ്രോ ചെയ്യുന്നത് വളരെയധികം സ്ലോലി ആയിരിക്കും. വളരെ പതുക്കെ വളർന്ന് ഇത് ഈ ബ്ലഡ് വെസലിനെ എന്ത് ചെയ്യും, പൂർണ്ണമായും അടയ്ക്കും. ഇതിലൂടെ ആ രക്തക്കുഴലിലൂടെയുള്ള രക്തത്തിൻ്റെ ഓട്ടം നിൽക്കും. ഇനി ഞാൻ ചോദിക്കട്ടെ, ഈ രക്തക്കുഴൽ തലയിലോട്ടുള്ളതാണെങ്കിലോ സ്ട്രോക്ക്. സോ ഈ ഒരു രക്തക്കുഴൽ വൺ ഓഫ് ദ മേജർ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രക്തക്കുഴലാണെങ്കിൽ ഇത് ഹാർട്ടിൻ്റെ പമ്പിങ് ഫംഗ്ഷനെ വളരെയധികം ബാധിക്കും, അൾട്ടിമേറ്റ്ലി ലീഡിങ് ടു ഹാർട്ട് അറ്റാക്ക്. സോ കണ്ടില്ലേ, യൂഷ്വലി നമ്മൾ ഫോളോ ചെയ്ത് വരുന്ന ഒരു റിച്വലായിരുന്നു. സ്ട്രെസ്ഡ് ആയിരിക്കും, ഓവർ വർക്ക് ലോഡ് എടുത്തൊക്കെ തലയിലിട്ടിട്ട് നമ്മളിങ്ങനെ കിളിപാറിയിരിക്കുന്ന ഈ ഓരോരോ സന്ദർഭങ്ങളും നമ്മളുടെ ലൈഫിനെ എത്രമാത്രം ഡാമേജ് ഉണ്ടാക്കി തരുമെന്ന് മനസ്സിലായല്ലോ. സോ മെയിൻറ്റെയിനിങ് ബാലൻസ് ഇൻ അവർ ലൈഫ് ഇറ്റ് ഈസ് വെരി മച്ച് ഇമ്പോർട്ടൻറ്റ്. സോ ഈ കാര്യം ഇപ്പം പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ, സ്ട്രെസ്സ് മാറാൻ വേണ്ടി ഓക്കെ ഈ മെഡിസിൻ കഴിച്ചു, എൻ്റെ സ്ട്രെസ്സ് മാറി, ഓക്കെ ഞാൻ ഹാപ്പി, ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. നമ്മളൂടെ കോപ്പറേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. നമ്മുടെ ലൈഫ് ഇച്ചിരൂടെ ഈസി ഗോയിങ് ആയിട്ട് അല്ലെങ്കിൽ ഒരു ഹാപ്പി ആയിട്ട് നമ്മളുടെ ബോഡിക്കും നമ്മൾക്കും ഇരിക്കണമെങ്കിൽ. സോ അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള ഗോൾസ് ഒക്കെ സെറ്റ് ചെയ്ത് അതിനു വേണ്ടി കിണഞ്ഞ് പരിശ്രമിച്ച് ഈ ബോഡിയെ വർക്ക്ഷോപ്പിൽ കയറ്റാതെ വേണം. ലൈഫിൽ കുറേയൊക്കെ ബാലൻസ് കൊണ്ടുവരിക, നല്ലപോലെ കഴിക്കുക. നിങ്ങൾ 3 നേരം നേരത്തെ പണ്ട് തൊട്ടേ കഴിച്ചു വരുന്ന വ്യക്തികളാണെങ്കിൽ ആ 3 നേരം കൃത്യസമയത്ത് ഫുഡ് കഴിക്കുക, വർക്കൗട്ട് ചെയ്യുക, അതുപോലെ തന്നെ മെഡിറ്റേഷൻ അല്ലെങ്കിൽ റിലാക്സേഷൻ ടെക്നിക്സുകളൊക്കെ യൂസ് ചെയ്യുക. നിങ്ങളുടെ മൈൻഡിനെയും ബോഡിയും ഒക്കെ റിലാക്സ് ആക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളെ ചെയ്യുക. അത് ചിലപ്പോൾ മ്യൂസിക് കേൾക്കുന്നതാകാം, ട്രാവലിംഗ് പോകുന്നതായിരിക്കാം. എന്തൊക്കെയാണെങ്കിലും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മേജർ എയിം അല്ലെങ്കിൽ നിങ്ങളുടെ വർക്കിൻ്റെ ഒപ്പം തന്നെ ബാക്കിയുള്ള കാര്യങ്ങളെയും കൂടെ ഉൾക്കൊള്ളിച്ച് കൊണ്ടുപോകുക. അല്ലാതെ എപ്പോഴും വർക്കിൽ മാത്രം ഫോക്കസ്ഡ് ആയിട്ട് ഇരുന്ന് നമ്മുടെ ബോഡി ഓവർ സ്ട്രെസ്ഡ് ആക്കിക്കൊണ്ട് അതിന് വേണ്ടുന്ന ഒരു സപ്ലിമെൻറ്റ്സ് ഇൻപുട്ട് എന്ന് പറയുമ്പോൾ അതിനകത്ത് ഫുഡ് മാത്രമല്ല റെസ്റ്റും ഉണ്ട്. ഈ 2 കാര്യങ്ങളും കൊടുക്കാതെ വേണം എപ്പോഴും വർക്കിലേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് മൂലം ലൈഫിന് എത്രമാത്രം ഡാമേജ് ഉണ്ടാക്കി തരുമെന്ന് മനസ്സിലായല്ലോ. സോ വർക്ക് ഈസ് ആൻ ഔട്ട്പുട്ട്, റൈറ്റ്? നമ്മുടെ വർക്ക് അതുപോലെ തന്നെ റിസൾട്ട്സ് ഇതെല്ലാം ഒരു ഔട്ട്പുട്ടാണല്ലേ, നമ്മുടെ ബോഡിയിൽ നിന്ന് ഉണ്ടാകേണ്ട കാര്യങ്ങളാണ്. ഫോർ എക്സാമ്പിൾ എനിക്ക് വിറക് വെട്ടിക്കയറണം, അത് ബോഡിയിൽ നിന്ന് ഉണ്ടാകുന്ന ഒരു ഔട്ട്പുട്ടാണ്. സോ ഈ ഒരു ഔട്ട്പുട്ട് ഉണ്ടാകണമെങ്കിൽ നമ്മളെ ബോഡിക്ക് കൊടുക്കുന്ന ഇൻപുട്ട് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻപുട്ട് എന്ന് പറയുമ്പോൾ ഫുഡ് മാത്രമല്ല, ഫുഡ് പ്ലസ് റെസ്റ്റ്, ഈ 2 കാര്യവും 50-50% ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇത് 2 കൊടുത്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാൻ ശ്രമിക്കുക, നമ്മുടെ വർക്കുകളെ നല്ല രീതിയിൽ ചെയ്യാൻ ശ്രമിക്കുക. So we are creating a balance, right? So this balance can enhance your health as well as നിങ്ങൾക്ക് നല്ലൊരു ക്വാളിറ്റി ലൈഫ് തന്നെ മുൻപോട്ട് ഇവിടെ ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റും. സോ സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി. അടുത്ത വീഡിയോ കാണുന്നവരെ ഗുഡ്